ഇന്ന ആളാണെന്ന് ആ കുട്ടി തന്നെയാണെന്ന്. പക്ഷെ വേറൊരു ലുക്ക്, വേറൊരു ഫിലിം സ്റ്റാറിൻ്റെ ലുക്കൊക്കെ കൊടുക്കുക. എല്ലാവർക്കും അതിൻ്റേതായിട്ട് ആ ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. ഇപ്പം അങ്ങനെയല്ല, എല്ലാവരും ഒരേ ലുക്കാണ്, ഒരേ ലുക്ക്, ഒരേ ഹെയർ സ്റ്റൈല്. പണ്ടൊക്കെ ഞങ്ങൾ ആ ഫേസിന് അനുസരിച്ച്, ആ ഫീച്ചേഴ്സ് അനുസരിച്ചാണ് മേക്കപ്പ് ചെയ്യുന്നത്. എന്നോട് ഈ അടുത്ത് ശ്വേതമേനോനും പറയുന്നുണ്ടായിരുന്നു, അതായത് വന്നിട്ട് ഇപ്പൊ ഈ കൊറിയൻ ഗ്ലാസ് സ്കിന്നും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം എല്ലാ നടിമാർക്കും അല്ലെങ്കിൽ എല്ലാവരും ഒരേ ലുക്ക്, ഇങ്ങനെ തിളങ്ങുന്നൊരു ലുക്ക്. ഈവൻ ഐബ്രോസ് ആണെങ്കിലും കണ്ണാണെങ്കിലും എല്ലാവരും അതുപോലെ അങ്ങോട്ട് ആക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ആ ഒരു ഞാൻ ദൈവം എല്ലാവർക്കും, മുടിയാണെങ്കിലും ഒരിടയ്ക്ക് അങ്ങ് സ്ട്രെയിറ്റ് ഹെയർ, എല്ലാവരും ഒരേപോലെ സ്ട്രെയിറ്റ് ഹെയർ. ആ ഒരു ഇൻഡിവിജ്വാലിറ്റി ഇല്ല. കേളി ഹെയർ ആണെങ്കിൽ ആ കേളി ഹെയർ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. അതിൻ്റെ ഒരു പിന്നെ ആ ആർട്ടിഫിഷ്യലായിട്ട് കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സും ചെയ്തും മുടി ഡാമേജ് ആകലും ആവശ്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഇപ്പോൾ ഐബ്രോസ് ആണെങ്കിലും മൈക്രോ ബ്ലേഡിംഗ് ഒക്കെ ചെയ്ത്, ശരിക്കും പറഞ്ഞാൽ യങ്സ്റ്റേഴ്സിന് അതിൻ്റെ ആവശ്യമില്ല. അവർ ആ നാച്ചുറൽ ലുക്ക്, അവർക്ക് നല്ല തിക്ക് ഐബ്രോസ് ആണ്, അത് തന്നെ മെയിൻറ്റെയിൻ ചെയ്തോ. അതിനിടെ അതിൻ്റെ മുകളിൽ കൂടി പോയി മൈക്രോ ബ്ലേഡിങ് ചെയ്ത് തിക്കാക്കി. അപ്പോൾ ആ കുറച്ച് കഴിയുമ്പോൾ കാണുമ്പോൾ ആ കുട്ടി തന്നെയാണോ അത്, വേറൊരു ലുക്കാണല്ലോ. കുറച്ച് 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ആളാണെന്ന് മനസ്സിലാവുള്ളൂ. അതൊരു ഭയങ്കര ഒരു എക്സ്ട്രീമായിട്ട് വരുന്നത് മേക്ക് ഓവർ എന്നും പറഞ്ഞിട്ട്, മേക്ക് ഓവർ ഓരോരുത്തർക്ക് ദൈവം ഇൻഡിവിജ്വാലിറ്റിയാണ് കൊടുത്തത്. അത് തന്നെ എൻഹാൻസ് ചെയ്താൽ മതി. അത് താല്പര്യമില്ല. നാച്ചുറൽ ലുക്ക്. ശ്രീ മമ്മൂട്ടിയുമായിട്ടുള്ള സൗഹൃദം വളരെ പ്രസിദ്ധമാണ്. അദ്ദേഹത്തിന് വീട് വാങ്ങിച്ചു കൊടുത്തുള്ളത് കുഞ്ഞിച്ചേട്ടനാണെന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. വാങ്ങിച്ചു കൊടുക്കാൻ അതിനെ ഒരുക്കി കൊടുക്കുക, പണം കൊടുക്കാതല്ല. ഇപ്പോഴും വീട്ടിലെ സ്ഥിരം സന്ദർശകനാണ്. അവരുടെ ഓരോ ഫംഗ്ഷനും എല്ലാ ഫംഗ്ഷനും നമ്മൾ അവരുടെ വീട്ടിൽ പോവാറ്. പിന്നെ മമ്മൂട്ടിയുടെ ഭാര്യ സുലു, അവിടെ എൻ്റെ ജ്യേഷ്ഠൻ്റെ കൂട്ടുകാരൻ്റെ മകളാണ്. ചെറുപ്പം മുതൽ അറിയാം. ആ ഒരു ബന്ധമാണ്. പിന്നെ ഇങ്ങനെ വളർന്ന് പിന്നെ ഇവിടെ വാങ്ങിക്കാൻ വന്നപ്പോൾ ഞങ്ങളാണ് ആദ്യം വീട് വെച്ചത്, ഈ വീട്ട്. അപ്പോൾ ഈ ഏരിയ നോക്കാൻ വന്നപ്പോൾ ആ കുഞ്ചേട്ടൻ്റെ വീട് ഇവിടെ ഉള്ളപ്പോൾ ഓപ്പോസിറ്റ് ഞാൻ പറയടോ, തനിക്കാരൻ ചോദിച്ചാൽ പറയല്ലേ, ഒരു അഡ്രസ്സ് ചോദിച്ചാൽ കുഞ്ചിൻ്റെ വീടിനടുത്താണെന്ന് പറയല്ലേ. അപ്പോൾ അവള് തീരുമാനിച്ചു. ഇന്നിപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്ലി ആണല്ലോ ഫാമിലി ആയിട്ട്. അപ്പോൾ എന്തായാലും നീ ഇവിടെ ഉണ്ടല്ലോ, ഞങ്ങൾ ഇത് തന്നെ മേടിക്കാം. ആ ഒരു ഇതുകൊണ്ടാണ് അവൾ ഇവിടെ തന്നെ വാങ്ങിച്ചത്. ഇപ്പൊ അവരിവിടെ ഇല്ല, അവർ വേറെ വീട് വെച്ചു, പുതിയ വീട്ടിലേക്ക് പോയി. ഇപ്പൊ ഇത് റെന്റിന് കൊടുക്കണം, സ്റ്റേക്കേഷൻ കൊടുക്കുന്നുണ്ട്. അദ്ദേഹം തമാശകൾ, ചെറിയ തമാശകൾക്ക് പോലും വലിയ രീതിയിൽ പൊട്ടിച്ചിരിക്കുന്ന ഒരു മനുഷ്യനാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ കൊഞ്ചേട്ടൻ്റെ ഈ ഒരു ഹ്യൂമറസ് സ്വഭാവം ഉണ്ടല്ലോ, അതും മമ്മിക്കും അതിന്റെ അനുഭവങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ചേരുമ്പോൾ ഉണ്ടാകുന്ന സമയത്ത് എനർജി എന്ന് പറയാം. കാരണം ഞങ്ങൾ സിന്തറ്റിക്കല്ലേ, ഞങ്ങളുള്ള കാര്യം തമ്മിൽ പറഞ്ഞ് രസമായിട്ട് പറയും. അദ്ദേഹം പറയും ഇങ്ങോട്ട്, ഞാനും അങ്ങോട്ട് പറയും. അവർ സിനിമ ആക്ടേഴ്സിൻ്റെ പ്രവർത്തനമോ അല്ലെങ്കിൽ ഇതൊന്നുമല്ല, ഒരു പെരുപ്പിക്കലില്ല. അല്ല, ഈ ഷോർട്സ് ഇട്ടോണ്ട് നേരെ വീട്ടിലോട്ട് കയറിച്ചല്ലേ പുള്ളി പറയും, ഒരേ ഒരു ആള് എൻ്റെ വീട്ടിൽ ഷോർട്സ് ഇട്ടത്, വീട്ടിൽ നിന്ന് നേരെ വന്ന് കയറുന്നത് താൻ മാത്രമാണോ എന്ന് പറയും. ഞങ്ങൾ സൗഹൃദ ബന്ധക്കാർ ചേട്ടനും അനിയനെ പോലെയായിരുന്നു. ചേട്ടൻ ബാവ, അനിയൻ ബാവ എന്ന് പറയുന്നത്. ചേട്ടൻ ബാവാന്ന് വിളിക്കും, അനിയൻ ബാവാന്ന് വിളിക്കും, പിന്നെ ചിലപ്പോ അമ്മായിയപ്പാന്ന് വിളിക്കും ചേട്ടനെ. സുലുവിന് എന്തെങ്കിലും പറഞ്ഞ ചേട്ടൻ ഭയങ്കര സെൻസിറ്റീവാ. സുലുവിന് വഴക്ക് പറഞ്ഞൊന്നും ഇഷ്ടമല്ല. അപ്പൊ ഞാൻ എന്തിനാണ് വെറുതെ വന്നല്ലോ അമ്മായിയപ്പൻ, അങ്ങനത്തെ ഒരു ബന്ധമാണ്. പിന്നെ പിള്ളേരൊക്കെ ഒന്നിച്ച് വളർന്നാണ്. അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ സാർ എപ്പോഴും വാചാലനാകുന്ന മറ്റൊരു അദ്ദേഹം കൂടിയുണ്ട്, അത് പ്രേം നസീറാണ്. അദ്ദേഹത്തിന്റെ മകനെ എടുത്ത് മരണപ്പെട്ടു പോയി. അപ്പൊ പ്രേം നസീർ സാറുമായിട്ട് സാറിന്റെ ഒരു അനുഭവം ഞാൻ വായിച്ചത്, സാർ ഒരു വട്ടം ഈ ബോംബെയിൽ നിന്ന് കുറെ പുതപ്പുകളുമായിട്ട് വരുമ്പോ സാറിനെ സഹായിക്കാൻ വേണ്ടിട്ട് ആ പുതപ്പുകൾ മൊത്തം പ്രേം നസീർ വാങ്ങിച്ചു എന്നുള്ളതാണ്. അങ്ങനെയുള്ള മനുഷ്യന്മാർക്ക് ഉണ്ടാവുന്ന ഒരു ഹൃദയശുദ്ധി ഉണ്ടല്ലോ സാർ, അങ്ങനത്തെ മനുഷ്യരെ സാർ ഇപ്പൊ മിസ് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഞാനിപ്പോൾ ഒന്ന് സിനിമയിൽ വരുന്നവർ മിക്കവരും ഞാൻ ആരും കുറ്റം പറയല്ല, ആത്മാർത്ഥത വളരെ കുറവാണ്, സിന്തറ്റിക്കാണ് മുഴുവൻ. കാരണം അപ്പം കാണുമ്പോൾ അപ്പാന്ന് വിളിക്കുന്ന പാർട്ടികളാണ് കൂടുതൽ. പിന്നെ അതിൽ നിന്നൊക്കെ ചില തിരുവുകളൊക്കെ കിട്ടുന്നതാണ്. കൂട്ടത്തിൽപ്പെട്ടാണ് നസീർ സാർ. അദ്ദേഹം ഒറ്റയാനായിരുന്നു. കാരണം വരുന്നത് സിനിമയിൽ വരുന്നത് ഒരു മേക്കപ്പ് മാൻ ഉണ്ടാവും, കാറുണ്ടാവും, സ്വന്തമായിട്ട് സോമൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് മേക്കപ്പ് മാൻ. പുള്ളി മേക്കപ്പ് ചെയ്യും, ഷർട്ടൊക്കെ ഒരു പിന്നെ ഒരു സ്റ്റാൻഡിലിടും. ഇപ്പോൾ വരുന്ന ഹെൽപ്പേഴ്സൊക്കെ കുറവായിരുന്നു. അല്ല, അന്നും
പിന്നെ പുള്ളിക്ക് അത് ഇഷ്ടമല്ല. പുള്ളി വളരെ സൗമ്യനും ഒറ്റയാനുമായിരുന്നു. വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഷർട്ട് എടുക്കുന്ന 10 പേര് കാണും. കാലങ്ങളുടെ വ്യത്യാസം, കാലഘട്ടങ്ങളുടെ വ്യത്യാസമാണ്. തുച്ഛമായ കാശ് കൊണ്ടാണ് സിനിമയ്ക്ക് എടുക്കുന്നത്. നസീർ സാറിന് 25,000 രൂപ ശമ്പളം. അന്നൊക്കെ വലിയൊരു എമൗണ്ടാണ്. ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങിക്കുന്ന വ്യക്തിയാണ്. പടയോട്ടം എന്ന് പറഞ്ഞ പടത്തിലാണ് അദ്ദേഹം 1 ലക്ഷം രൂപ വാങ്ങിച്ചത്. അന്ന് അത് വലിയൊരു വാർത്തയായിരുന്നു. പിന്നെ നസീർ സാർ 1 ലക്ഷം രൂപ വാങ്ങിച്ചത്. ഇപ്പൊ അത് കോടിയായി, ലക്ഷം കോടിയായി. അതെ, ഇപ്പം അതൊക്കെ മാറി. ഇപ്പോൾ വരുന്ന ഞാൻ പറയും, ഇപ്പോൾ കുട്ടികൾക്കും തന്നെ മണി വാല്യൂ. അനുഭവങ്ങളില്ല. എല്ലാവരും വരുമ്പോൾ തന്നെ 5, 10, 10 ലക്ഷം രൂപ അഡ്വാൻസ് വാങ്ങിക്കുന്നു. എന്നാൽ 5,000 രൂപ നമ്മളെ കയ്യിൽ വാങ്ങിച്ചപ്പോൾ നമ്മളെ കണ്ണിൽ വിടന്ന് ഈ 5,000 രൂപ എന്ന് പറയുന്നത് വലിയൊരു എമൗണ്ടാണ് നമ്മളെയൊക്കെ സംബന്ധിച്ച്. അന്ന് 5 ലക്ഷം രൂപയാണ്. അതെ, അതും 10 പ്രാവശ്യമായിട്ട് കിട്ടുള്ളൂ, അത്രേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അന്നും ഈ വണ്ടി ചെക്കുകളും ഒരിക്കലും അതെ, അതിപ്പോഴും ഉണ്ട് 2 കിലോ കൊടുക്കാനായിട്ട്. അന്ന് അതേ ഉള്ളു കൂടുതൽ വണ്ടി ചെക്ക്. ഇപ്പോഴല്ല, ഒരു 20 years back വരെ. അല്ല, അതേ ഞാൻ പറയുന്നത്. അന്നും ഇതൊക്കെ തന്നെ. നമുക്ക് മാത്രമല്ല, പല ആർട്ടിസ്റ്റും അന്നൊക്കെ വണ്ടിച്ചെക്ക് വരുമായിരുന്നു. പല ഇപ്പൊ ആർട്ടിസ്റ്റും പക്ഷെ അങ്ങനെ ഇല്ല കേട്ടോ. ഇപ്പൊ അതൊക്കെ മാറിയിട്ട്. ഇപ്പൊ ഡിജിറ്റലല്ല, അതൊക്കെ മാറിയല്ല. അന്ന് അങ്ങനെയായിരുന്നു. അന്ന് ഈ പറ്റിക്കപ്പെട്ടിട്ട് പിന്നെ അവരോട് കലഹത്തിനൊക്കെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത പടം ഉണ്ടാവും ഇല്ല എന്നുള്ള സംശയം വരും. അപ്പോൾ ചിലപ്പോൾ പടം ഉണ്ടായില്ല, അയാൾ വന്ന പ്രശ്നമെന്ന് ഒരു കാശ് കൊടുത്തില്ല എന്ന് പറയാനുള്ള പ്രശ്നമൊക്കെ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ പോക്ക. പിന്നെ അടുത്ത വിഷു ചങ്കരാന്തിക്ക് വേണം പടം കിട്ടും. ഈ ഓണം കുറച്ചധികം സ്പെഷ്യൽ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. രണ്ടാമത്തെ മകളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഓണമാണ്. എങ്ങനെ ഓണം ആഘോഷിക്കാൻ ഞങ്ങളത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക എന്തായിരുന്നു. പക്ഷെ അത് ഫൈനലൈസ് ചെയ്തു. ഞങ്ങൾ വർക്കലയിൽ കൂടാൻ പോകണം, റിലേറ്റീവ്സ് എല്ലാവരും. മൂത്ത മോളും ഫാമിലി, ഈ മോളും ഫാമിലി, പിന്നെ അവരുടെ ഫാമിലി എല്ലാവരും കൂട്ട് ഒരു 4 ദിവസം വർക്കല ബീച്ചിലൊരു റൂം, ഒരു റിസോർട്ട് എടുത്തിട്ട് ഞങ്ങൾ അവിടെ ആഘോഷിക്കാൻ പോവാം. ഇറ്റ്സ് ഓൾ ബുക്ക്ഡ്. അപ്പോൾ ആദ്യം 40 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് വീട് വിട്ടൊരു ഓണം ആഘോഷിക്കാൻ പോകണം. നമ്മളെ വീടും നമ്മളെ കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഒരു ത്രില്ലിലാണ്. മക്കളെല്ലാം ഒന്നിച്ച് കാണാമല്ലോ. അതെ അതെ അതെ. ആക്ടിങ് പ്രൊഫഷണൽ പ്രത്യേകത ഉണ്ടല്ലോ സാർ, ഒരിക്കലും അതിനൊരു റിട്ടയർമെന്റ് ഇല്ല. ഇപ്പോഴും ഒരു പുതിയ സിനിമയ്ക്ക് വിളിച്ചാൽ ആ ഒരു ആവേശം. പിന്നെ അത് നമ്മുടെ തൊഴിലല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ ചോറല്ലേ, നമ്മൾ പോകണം. കിട്ടിയ ഏത് റോളും നമ്മൾ റോളൊന്നുമില്ല, ഏത് റോളും അഭിനയിച്ചോളും. പക്ഷെ പോയി ചോദിക്കില്ല, ആരും സമീപിക്കില്ല, ആരും ഫോൺ ചെയ്യില്ല എനിക്കൊരു റോള് വേണമെന്ന് പറഞ്ഞ്. ഞാൻ കേട്ടിട്ടേ ഇല്ല. അപ്പോൾ വരുമ്പോൾ ഏത് റോളാണ് ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ വിളിക്കത്തേ ഉള്ളൂ. നമ്മൾ വെച്ച് സാറേ ആ പരിപാടി ഇല്ല, എനിക്ക് എൻ്റെ ചോറിൽ ധാന്യത്തിൽ എഴുതിയിട്ടുണ്ട് നിനക്കുള്ളതാണ്. അടുത്തതായിട്ട്